Dear students, നമ്മൾ ഇന്ന് 6th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. 6th മൊഡ്യൂൾ റൺ-ടൈം പ്രോഗ്രാം മാനേജ്മെൻറ്റിൽ വരുന്ന ടോപ്പിക്സ് ആണ് വിർച്വൽ മെഷീൻ, ലേറ്റ് ബൈൻഡിങ് ഓഫ് മെഷീൻ കോഡ്, റിഫ്ലക്ഷൻ, സിംബോളിക് ഡീബഗിങ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ്. ഇതിൽ ഓൾറെഡി ത്രെഡ്സും സിങ്ക്രണൈസേഷനും വിർച്വൽ മെഷീൻസും ഒക്കെ നിങ്ങൾ OSൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. ഓക്കെ, so concurrency. Concurrency means multiple computations are happening at the same time. Concurrent programs means the programs for which at any time more than one instruction may be eligible for execution. A program is said to be concurrent if it have more than one active execution context, more than one thread of control. Each execution context is a thread. സോ കൺകറൻസി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടേമാണ് കൺകറൻസി. എന്താണ് കൺകറൻസി എന്ന് വെച്ചാൽ, കൺകറൻസി മീൻസ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഷൻസ് ആർ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം, അല്ലേ? ഒരേ സമയം മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് കൺകറൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺകറൻറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ, അറ്റ് എനി ടൈം ഇഫ് മോർ ദാൻ വൺ ഇൻസ്ട്രക്ഷൻ ഈസ് എലിജിബിൾ ഫോർ എക്സിക്യൂഷൻ. നമ്മൾ ഏത് ടൈം എടുക്കുമ്പോഴും ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷന് എലിജിബിൾ ആണ് എങ്കിൽ നമ്മൾ അതിനെ കൺകറൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയും. സോ ഒരു പ്രോഗ്രാം കൺകറൻ്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ് ഹാവ് മോർ ദാൻ വൺ ആക്റ്റീവ് കോണ്ടെസ്റ്റ്, അത് ഒരു പ്രോഗ്രാം അത് കൺകറൻ്റ് എന്ന് പറയണമെങ്കിൽ അതിന് ഒന്നിലധികം ആക്റ്റീവ് കോണ്ടെസ്റ്റ് കാണാം. നമ്മൾ ഈ ഓരോ ആക്റ്റീവ് കോണ്ടെസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൺകറൻസി മീൻസ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഷൻസ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. എ പ്രോഗ്രാം ഈസ് സെറ്റ് ടു ബി കൺകറൻറ്റ് ഇഫ് ഇറ്റ് ഹാവ് മോർ ദാൻ വൺ ആക്റ്റീവ് കോണ്ടെസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ത്രെഡ്. ഓക്കെ, to capture the logical structure of a problem, multiple tasks. Example, consider a Google-like program. The logical structure suggests that the display activity should be running at the same time as a search. Perhaps the ranking should be the third concurrent activity. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടു ക്യാപ്ചർ ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ പ്രോബ്ലം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഗൂഗിളിനകത്ത് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എന്താ നിങ്ങളുടെ ഇതിൻ്റെ നോട്ട്സ് KTU പിന്നെ പ്രോഗ്രാമിംഗ് പാരഡൈം നോട്ട്സ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. സോ സെർച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആ സെർച്ച് ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ, അല്ലെ നിങ്ങളുടെ ആ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ വെബ് പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം. അതേ ടൈമിൽ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത സാധനത്തിൻ്റെ സെർച്ചിങ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടാവും, അല്ലേ? പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അവിടെ സെർച്ചിങ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. മൂന്നാമതായിട്ട് റാങ്കിങ് അനുസരിച്ച് ആ റിസൾട്ട്സ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. സോ മെനി ആക്ടിവിറ്റീസ് എന്ത് നടക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ നടക്കുന്നുണ്ട്. കൺകറൻ്റ് ആയിട്ട് പല പ്രോസസ്സിങ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസും അവിടെ നടക്കുന്നുണ്ട്. സോ ഒന്നാമത്തെ കൺകറൻസിയുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ടു ക്യാപ്ചർ ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ പ്രോബ്ലം. രണ്ട്, ടു എക്സ്പ്ലോയിറ്റ് എക്സ്ട്രാ പ്രോസസ്സേഴ്സ് ഫോർ സ്പീഡ് ഇൻക്രീസിങ് പെർഫോമൻസ്, അല്ലേ? അതായത് നമ്മൾ അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പീഡ് കൂട്ടാൻ, അതുപോലെ തന്നെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും പറ്റും. ടു ഇൻറ്ററാക്ട് വിത്ത് മൾട്ടിപ്പിൾ ഫിസിക്കൽ ഡിവൈസസ്, അല്ലേ? അപ്പം ഈ കൺകറൻസിയുടെ ഒരു ഗുണമാണ്, അതായത് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ഫിസിക്കൽ ഡിവൈസസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ ത്രീ മെയിൻ മോട്ടിവേഷൻസ് ബിഹൈൻഡ് കൺകറൻസി: ടു ക്യാപ്ചർ ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ പ്രോബ്ലം, ടു എക്സ്പ്ലോയിറ്റ് എക്സ്ട്രാ പ്രോസസ്സസ് ഫോർ സ്പീഡ്, ദാറ്റ് ഈസ് ടു ഇൻക്രീസ് concurrent system. Any system in which two or more tasks may be executed at the same time. ഒരേ സമയം ഒന്നിലധികം ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതൊരു സിസ്റ്റത്തിൽ നമുക്ക് എന്തെന്ന് പറയാം, കൺകറൻറ്റ് സിസ്റ്റം എന്ന് പറയാം. ഒരു കൺകറൻറ്റ് സിസ്റ്റം പാരലൽ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും, കുറച്ച് ടേംസ് പറയാനുണ്ട്. കൺകറൻറ്റ് സിസ്റ്റം ഈസ് പാരലൽ ഇഫ് മോർ ദാൻ വൺ ടാസ്ക് ക്യാൻ ബി ഫിസിക്കലി ആക്റ്റീവ് അറ്റ് വൺസ്. ദിസ് റിക്വയർസ് മോർ ദാൻ വൺ പ്രോസസ്. ഒരു കൺകറൻറ്റ് സിസ്റ്റം പാരലൽ എന്ന് പറയണമെങ്കിൽ അതിൽ ഒന്നിലധികം ടാസ്ക്, ഒരു ടൈമിൽ ഒന്നിലധികം ടാസ്ക് എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. അറ്റ് വൺസ് മോർ ദാൻ വൺ ടാസ്ക് വിൽ ബി ഫിസിക്കലി ആക്റ്റീവ് ആൻഡ് ദിസ് റിക്വയർസ് മോർ ദാൻ വൺ പ്രോസസ്സർ. ഓക്കെ, ഇനി ഒരു പാരലൽ സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും, ഡിസ്ട്രിബ്യൂട്ടഡ്
പലയിടത്തായിട്ടല്ലേ. ഇഫ് ഇറ്റ് പ്രോസസ്സസ് ആർ ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ ഇൻ ദ റിയൽ വേൾഡ്. ഒരു പാരലൽ സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയണമെങ്കിൽ അവിടുത്തെ ഓരോ പ്രോസസ്സസും എന്തായിരിക്കും, ഒന്നായിട്ട് ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും. സോ അറ്റ് ദ സെയിം ടൈം മോർ ദാൻ വൺ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതൊരു സിസ്റ്റത്തെ നമുക്ക് കൺകറൻറ്റ് സിസ്റ്റം എന്ന് പറയാം. ഒരു കൺകറൻറ്റ് സിസ്റ്റം പാരലാന്ന് പറയണമെങ്കിൽ ഒന്നിലധികം ടാസ്ക് ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഇനി ഒരു പാരലൽ സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയണമെങ്കിൽ അവിടുത്തെ പ്രോസസ്സ് എല്ലാം ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ ആയിരിക്കും. ഓക്കെ, സോ 2 മോഡൽസ് ഓഫ് കൺകറൻറ്റ് പ്രോഗ്രാമിംഗ്. കൺകറൻറ്റ് പ്രോഗ്രാമിംഗ് നമ്മൾ 2 മോഡൽസാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കൺകറൻറ്റ് പ്രോഗ്രാമിംഗ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എന്തുപയോഗിച്ചാണ് നമ്മൾ കൺകറൻറ്റ് പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ there are 2 models for concurrent programming, shared memory and message passing. കൺകറൻറ്റ് പ്രോഗ്രാമിങ്ങിൽ 2 കോമൺ മോഡൽസ് ആണുള്ളത്. ഒന്ന് ഷെയർഡ് മെമ്മറിയും 2 മെസ്സേജ് പാസിങ്ങും. നിങ്ങൾ ഓൾറെഡി 2 ടേംസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഷെയർഡ് മെമ്മറിയാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. ഇൻ ഷെയർഡ് മെമ്മറി ദർ ഇസ് എ സിൻക്രണൈസ്ഡ് ആക്സസ് ടു ഷെയർഡ് മെമ്മറി. മെസ്സേജ് പാസിങ്ങിലോ മെസ്സേജ് പാസിംഗ് ബിറ്റ്വീൻ പ്രോസസ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂഷൻ പോസിബിൾ ആക്കാനായിട്ട് പറ്റുന്നത് സിൻക്രണൈസ്ഡ് ആക്സസ് ടു ഷെയർ മെമ്മറി. സിൻക്രണൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെമ്മറിയെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മെസ്സേജ് പാസിംഗ് എന്താ, അവിടെ മെമ്മറി ഷെയറിംഗ് ഒന്നുമില്ല, ജസ്റ്റ് പ്രോസസ്സേഴ്സ് തമ്മിൽ എന്തായിരിക്കും ചെയ്യുന്നത്, മെസ്സേജ് പാസിംഗ് വഴിയായിരിക്കും ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഷെയർഡ് മെമ്മറി, എ ത്രെഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ബൈ റൈറ്റിംഗ് ടു എ കോമൺ വേരിയബിൾ. ഷെയർഡ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഒരു കോമൺ വേരിയബിൾ കാണും, അപ്പോൾ അതിലേക്ക് റൈറ്റിംഗ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് ത്രെഡ് വഴിയായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മെസ്സേജ് പാസിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എ ത്രെഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വയ സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജസ് ടു ഫ്രം ഈച്ച് ദ ബൈ ആൻ എക്സ്പ്ലിസിറ്റ് സെൻഡ് ഓപ്പറേഷൻ. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ ഒരു സെൻഡ് ഓപ്പറേഷൻ വഴി തന്നെ ആയിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്. മറ്റൊരു ഷെയർഡ് മെമ്മറി കാണും, അല്ലെങ്കിൽ ഒരു കോമൺ വേരിയബിൾ കാണും, അവിടെ ആയിരിക്കും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. മെസ്സേജ് പാസിംഗ് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി അല്ലെങ്കിൽ സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് വഴിയായിരിക്കും ത്രെഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഷെയർഡ് മെമ്മറിക്ക് ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഇൻ ഷെയർഡ് മെമ്മറി മോഡൽ എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്സ് കൊടുത്തേക്കുന്നത് 3 എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞേക്കാണ്. ഓക്കെ, സോ ഷെയർഡ് മെമ്മറി എക്സാമ്പിൾസ് ആണ്. In shared memory model, A and B might be 2 processors in the same computer sharing the same physical memory. കണ്ടോ, എയും ബി എന്നും പറഞ്ഞാൽ 1-2 പ്രോസസ്സേഴ്സ് ആവാം, ഒരു സെയിം കമ്പ്യൂട്ടറിൽ ഉള്ള 2 പ്രോസസ്സർ ആവാം, അത് ഒരേ ഫിസിക്കൽ മെമ്മറിയെ ഷെയർ ചെയ്യുന്നു. കണ്ടോ, ഷെയർഡ് മെമ്മറി എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ. അപ്പോൾ എയും ബിയും 2 പ്രോസസ്സറാണ്, അതെന്ത് ചെയ്യുന്നു, ഒരു മെമ്മറിയെ ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ എയും ബിയും ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന 2 പ്രോഗ്രാംസ് ആവാം, അതെന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒരു കോമൺ ഫയൽ സിസ്റ്റത്തെ ഷെയർ ചെയ്യുന്നു. ആ ഷെയർഡ് മെമ്മറിയിൽ ഒരു ഫയലുണ്ട്, ആ ഫയൽ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ എന്ത് ചെയ്യും, കോമൺ ആയിട്ട് ഷെയർ ചെയ്ത് എയും ബിയും ചെയ്യുന്നു. എയും ബിയും ഒരു കമ്പ്യൂട്ടറിലെ 2 പ്രോഗ്രാംസ് ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ എയും ഒരു ഷെയർഡ് മെമ്മറി വഴിയായിരിക്കും സിൻക്രണൈസ്ഡ് ആക്സസ് നടക്കുന്നത് അല്ലെങ്കിൽ എക്സിക്യൂഷൻസ് പെർഫോം ചെയ്യുന്നത്. ഒന്ന് എയും ബി 2 പ്രോസസ്സറാണോ, അത് ഒരേ മെമ്മറി ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ എയും ബി ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന 2 പ്രോഗ്രാമാണ്, അതൊരു കോമൺ ഫയൽ സിസ്റ്റത്തെ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നു. അല്ലെങ്കിൽ എയും ബിയും ഒരു ജാവ പ്രോഗ്രാമിന് 2 ത്രെഡ്സ് ആണ്, അത് സെയിം ജാവ ഒബ്ജക്ട്സിനെ ഷെയർ ചെയ്യുന്നു. സോ ഇതെല്ലാം ഷെയർഡ് മെമ്മറിക്ക് എക്സാമ്പിളാണ്. ഇനി ഷെയർഡ് മെമ്മറിക്ക് വേറൊരു എക്സാമ്പിളാണ് ക്യാഷ് മെഷീൻസ് ആണ് ABCD. ബാങ്കിൻ്റെ ഒരു ഷെയർഡ് മെമ്മറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എ ആണെങ്കിൽ അക്കൗണ്ട് 1 ഒരു $100 ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം തന്നെ സിയും എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട് 1 $100 ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഡി അക്കൗണ്ട് 1 ബാലൻസ് ഗെറ്റ് ചെയ്യുന്നുണ്ട്. സോ അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ ടാസ്ക് ആണ് എന്ത് ചെയ്യുന്നത്, മെമ്മറി വഴി അല്ലെങ്കിൽ സിൻക്രണൈസ്ഡ് ആക്സസ് ആണ് അവിടെ ഷെയർഡ് മെമ്മറി നടക്കുന്നത്. കണ്ടോ, ബി എന്ത് ചെയ്യുന്നു, വിഡ്രോ $100 ഫ്രം അക്കൗണ്ട് 2. അപ്പോൾ പല പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരേ ടൈമിൽ മൾട്ടിപ്പിൾ പ്രോസസ്സാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ഷെയർഡ് മെമ്മറി. So message passing. In the message passing model, concurrent module interact by sending messages to each other through a communication channel. Message passing എങ്ങനെയാണ് പ്രോസസ്സേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺകറൻറ്റ് മൊഡ്യൂൾസ് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ കാണും, അതുവഴിയായിരിക്കും മെസ്സേജ് സെൻഡ് ചെയ്തായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ നമ്മൾ മുമ്പത്തെ പോലെ മെസ്സേജ് പാസിങ്ങിന് എക്സാമ്പിൾ പറയുകയാണ്. എ ആൻഡ് ബി മൈറ്റ് ബി 2 കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് ബൈ നെറ്റ്വർക്ക് കണക്ഷൻസ്. അല്ലേ, എയും ബിയും എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിലെ 2 കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും, അത് നെറ്റ്വർക്ക് കണക്ഷൻ വഴി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി
മെസ്സേജ് സെൻഡ് ചെയ്യും. അല്ലെങ്കിൽ എയും ബിയും എന്ന് പറഞ്ഞാൽ ഒരു വെബ് ബ്രൗസറും വെബ് സെർവറും ആയിരിക്കും. എ ബിയിലേക്ക് ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ക്ലയൻറ്റ് നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഉപയോഗിച്ച് നമ്മൾ സോ ഇത് എന്തിന് എക്സാമ്പിളാണ് മെസ്സേജ് പാസിങ്ങിന്. എ ആൻഡ് ബി മൈറ്റ് ബി ആൻ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ക്ലയൻറ്റ് പ്രോഗ്രാം ആൻഡ് സെർവർ പ്രോഗ്രാം. അല്ലെങ്കിൽ എയും ബിയും ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ക്ലയൻറ്റ് ആൻഡ് സെർവർ പ്രോഗ്രാം ആയിരിക്കാം. അല്ലെങ്കിൽ എ ആൻഡ് ബി മൈറ്റ് ബി 2 പ്രോഗ്രാംസ് റണ്ണിങ് ഓൺ ദ സെയിം കമ്പ്യൂട്ടർ ഹൂസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഹാവ് ബീൻ കണക്റ്റഡ് ബൈ എ പൈപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ് മെസ്സേജ് പാസിങ്. ഒന്നുമില്ല, ഒരു ക്ലയൻറ്റ് സെർവർ കാണും, അല്ലെങ്കിൽ 2 കമ്പ്യൂട്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്ത 2 പ്രോഗ്രാം ആവാം, എന്തുവാം. അവരെങ്ങനെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മെസ്സേജ് പാസിങ് വഴി ആയിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴിയായിരിക്കും മെസ്സേജസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺകറൻറ്റ് പ്രോഗ്രാമിംഗ് ഫണ്ടമെൻറ്റൽസ്. അപ്പോൾ ഇതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. കൺകറൻറ്റ് പ്രോഗ്രാമിംഗ് ഫണ്ടമെൻറ്റൽസിൽ വരുന്ന മെയിൻ 2 കോൺസെപ്റ്റ്സ് ആണ് ത്രെഡ്സ് ആൻഡ് സിങ്ക്രോണൈസേഷൻ. ഓക്കെ, കൺകറൻറ്റ് പ്രോഗ്രാമിംഗ് ഫണ്ടമെൻറ്റൽസിൽ വരുന്നതാണ് ത്രെഡ്സും സിങ്ക്രോണൈസേഷനും. ഓക്കെ, സോ പ്രോസസ് ത്രെഡ്സ്. കൺകറൻറ്റ് മൊഡ്യൂൾസ് കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ യൂസിങ് ദ മെസ്സേജ് പാസിംഗ് ആൻഡ് ഷെയർഡ് മെമ്മറി മോഡൽസ്. നമ്മൾ പറഞ്ഞു കൺകറൻറ്റ് മൊഡ്യൂൾസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കൺകറൻസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെസ്സേജ് പാസിങ്ങും ഷെയർഡ് മെമ്മറി മോഡൽസും വെച്ചിട്ടാണ്. ഇനി കൺകറൻറ്റ് മൊഡ്യൂൾസ് കമ്മിങ് 2 ഡിഫറെൻറ്റ് കൈൻഡ്സ്. കൺകറൻറ്റ് മൊഡ്യൂൾസിന് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് പറയാം. എന്തൊക്കെയാണ്? പ്രോസസ്സും ത്രെഡ്സും. എന്തൊക്കെയാണ്? പ്രോസസ്സും ത്രെഡ്സും. ഓക്കെ, കൺകറൻറ്റ് മൊഡ്യൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ ഒന്നീ പ്രോസസ്സ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ത്രെഡ്സ് വെച്ചിട്ടായിരിക്കും. Process is an instance of a running program that is isolated from other processes on the same machine. എന്തൊരു പ്രോസസ്സ് എന്ന് വെച്ചാൽ പ്രോസസ്സ്, പ്രോഗ്രാം, ത്രെഡ്സ് ഇതൊക്കെ നിങ്ങൾ ഓയിൽസിൽ പഠിച്ചതാണ്. അപ്പോൾ എന്താണ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? ഒരു റണ്ണിങ് പ്രോഗ്രാം, അതിൻ്റെ ഒരു ഇൻസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസ്സ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ റണ്ണിങ് പ്രോഗ്രാം. ഓരോ പ്രോസസ്സിനും അതിൻ്റേതായ മെമ്മറി അലോക്കേഷൻസും കാര്യങ്ങളും എല്ലാം കാണും. സോ നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ പ്രോസസ്സിനാണ് അതിൻ്റെ ഫുൾ കാര്യങ്ങളും, അതിൻ്റെ മെമ്മറി ആയാലും കാര്യങ്ങളായാലും പ്രോസസ്സറായാലും ഫുൾ അത് ഒരു മെഷീൻ അതിന് തന്നെ അലോക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഫീലിങ്ങിലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രൈവറ്റ് സെക്ഷൻ ഓഫ് മെഷീൻ മെമ്മറി. ഇറ്റ് മേക്സ് ദ പ്രോഗ്രാം ഫീൽ ദാറ്റ് ഇറ്റ് ഹാസ് ദ എൻറ്റയർ മെഷീൻ ടു ഇറ്റ് സെൽഫ്. എ പ്രോസസ് കനോട്ട് ആക്സസ് അനദർ പ്രോസസ് മെമ്മറി ഓർ ഒബ്ജക്ട്സ്. ഒരു പ്രോസസ്സിന് മറ്റൊരു പ്രോസസ്സിൻ്റെ മെമ്മറിയോ കാര്യങ്ങളോ ഒബ്ജക്ട്സോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു റണ്ണിങ് പ്രോഗ്രാമിൻ്റെ ഒരു ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് അതിൻ്റേതായ ഒരു മെമ്മറി അലോക്കേഷനും അതുപോലെ തന്നെ ഒരു മെമ്മറി അലോക്കേഷനും അതുപോലെ തന്നെ എന്താണ് പിന്നെ മെമ്മറി അലോക്കേഷനും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇറ്റ് മേക്സ് ദ പ്രോഗ്രാം ഫീൽ ദറ്റ് ആസ് എ എൻറ്റയർ മെഷീൻ ടു ഇറ്റ് സെൽഫ്. അതുപോലെ തന്നെ ഒരു പ്രോസസ്സിന് വേറൊരു പ്രോസസ്സിൻ്റെ മെമ്മറിയോ ഒബ്ജക്ട്സിനെയോ ഒന്നും ആക്സസ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. ഓക്കെ, അപ്പം കൺകറൻറ്റ് മൊഡ്യൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന 2 രീതിയിലാണ്, അല്ലെങ്കിൽ 2 കാര്യങ്ങളാണ്. കൺകറൻറ്റ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്, ത്രെഡ്സും സിങ്ക്രണൈസേഷൻ. അതാണ് നമ്മുടെ ഒരു എസ്സേ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ത്രെഡ്സുമായിട്ട് പറഞ്ഞു വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. കൺകറൻറ്റ് മൊഡ്യൂൾസ് നമ്മൾ 2 രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ്? പ്രോസസ്സും ത്രെഡ്സും വഴി. ഓക്കെ, അപ്പം അതിൽ പ്രോസസ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ത്രെഡ്സ്, ഓൾ ത്രെഡ്സ് ആർ പാർട്ട് ഓഫ് എ പ്രോസസ്സ്. ഓക്കെ, ശരിക്കും നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് നമ്മൾ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രോസസ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ത്രെഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പാർട്ടാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ പ്രോസസ്സ്. ഹെൻസ് കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആൻഡ് സിംപ്ലർ. A thread is a lightweight process having single flow of control inside a running program. Threads share all the memory in the process. Threadsന്റെ പ്രത്യേകത എന്താണ്? അത് മെമ്മറി ഷെയർ ചെയ്യും. ആ പ്രോസസ്സിൻ്റെ ഫീലിംഗ് എന്താണ്? ആ പ്രോസസ്സിന് ഫുൾ ആ മെഷീൻ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് റൺ ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് എ പ്രോസസ് റെപ്രസെൻറ്റ്സ് എ വിർച്വൽ കമ്പ്യൂട്ടർ. ത്രെഡ് എങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്ന? ഒരു വിർച്വൽ പ്രോസസ്സറായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മേക്കിംഗ് എ ന്യൂ ത്രെഡ് സിമുലേറ്റ്സ് മേക്കിംഗ് എ ഫ്രഷ് പ്രോസസ്സർ ഇൻസൈഡ് എ വിർച്വൽ കമ്പ്യൂട്ടർ. നമുക്കറിയാം, ഓരോ ത്രെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് അവിടെ ഒരു പുതിയ പ്രോസസ്സർ ക്രിയേറ്റ് ചെയ്യുന്ന ഫീലിംഗ് ആണ് അവിടെ റൺ ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, സോ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രോസസ്സ് യൂസ് ചെയ്യും. പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ത്രെഡ്
യൂസ് ചെയ്യും. സോ ദീസ് ആർ ദ ഈ രണ്ട് കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ കൺകറൻറ്റ് പ്രോഗ്രാമിംഗ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, പ്രോസസ് ആൻഡ് ത്രെഡ്സ്. When there are more threads than process, concurrency is simulated by time slicing, which means that the processor switches between thread. ഇനി നമ്മുടെ ത്രെഡ്സ് പ്രോസസ്സറിനേക്കാളും കൂടുതലാണ് നമ്മുടെ ത്രെഡ് എങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ടൈം സ്ലൈസിങ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടൈം സ്ലൈസിങ് അല്ലേ? നമ്മൾ റൗണ്ട് റോബിൻ അൽഗോരിതത്തിലൊക്കെ നമ്മൾ ടൈം സ്ലൈസിങ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ട്. സോ നമ്മുടെ പ്രോസസ്സറിനേക്കാളും കൂടുതലാണ് നമ്മുടെ ത്രെഡ്സ് എങ്കിൽ നമ്മൾ കൺകറൻസി സിമുലേറ്റ് ചെയ്യുന്ന എന്ത് വഴിയാണ്? ടൈം സ്ലൈസിങ് വഴിയാണ്. അതായത് ഈ പ്രോസസ്സർ എന്ത് ചെയ്യും? ഈ ത്രെഡ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത്, കോൺടാക്ട് സ്വിച്ച് അല്ലേ, സ്വിച്ച് ചെയ്ത് ടൈം സ്ലൈസിങ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം 3 ത്രെഡ്സ് ഉണ്ട്, T1, T2, T3. മൈറ്റ് ബി ടൈം സ്ലൈസ്ഡ് ഓൺ എ മെഷീൻ ദാറ്റ് ഹാസ് ഓൺലി 2 ആക്ച്വൽ പ്രോസസ്. അവിടെ 2 പ്രോസസ്സറാണ് ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത്, P1, P2. അവിടെ 3 ത്രെഡ്സ് ഉണ്ട്, T1, T2, T3. ആ 3 ത്രെഡ് 2 പ്രോസസ്സറിൽ എങ്ങനെയാണ് ടൈം സ്ലൈസ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ടൈം പ്രോസീസ് ഡൗൺവേർഡ്സ് at first one processor is running thread T1 and the other is running T2. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ എന്തായിരിക്കും? ത്രെഡ് T1 running on for the first time. And the second process switches to turn thread T3. അപ്പോൾ നമുക്കറിയാം അവിടെ T2 കുറവാണ്. അപ്പോൾ അത് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യും? സെക്കൻഡ് പ്രോസസ്സർ എങ്ങോട്ട് സ്വിച്ച് ചെയ്യും? ടു റൺ ഓൺ ത്രെഡ് T3. ഓക്കെ, ത്രെഡ് T2 simply pauses until the next time slice on the same processor or another processor. ഓക്കെ, അത് ജസ്റ്റ് ടൈം സ്ലൈസ് ചെയ്ത് എന്ത് ചെയ്യും? ത്രെഡ് ഓരോ പ്രോസസ്സറിലും സ്വിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ് ത്രെഡിൻ്റെ കൗണ്ട് പ്രോസസ്സറിനേക്കാളും കൂടുതലാകുന്ന സമയത്ത് ടൈം സ്ലൈസിങ് യൂസ് ചെയ്യാൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ദിസ് ഇസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൺകറൻറ്റ് പ്രോഗ്രാമിംഗ് ഫണ്ടമെൻറ്റൽസിൽ ക്രിയേഷൻ ഓഫ് ത്രെഡ്. ഷെഡ്യൂളേഴ്സ് ഗീവ്സ് us the ability to put a thread or process to sleep and run something else on its processor or processor. 6 principal options in most system to create thread. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സിസ്റ്റത്തിൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് 6 പ്രിൻസിപ്പൽ ഓപ്ഷൻസ് ആണുള്ളത്. ഇത് എസ് ആണ്. അപ്പോൾ നിങ്ങൾ എഴുതി വരുമ്പോഴത്തേക്കിനും എന്താണ് കൺകറൻസി, എന്താണ് ത്രെഡ്, എന്താണ് പ്രോസസ്സ് എന്നൊക്കെ എഴുതിയിട്ട് വേണം നിങ്ങൾ ഈ 6 ഓപ്ഷൻസിനെ പറ്റിയിട്ട് എഴുതാൻ. ഓക്കെ, സോ മോസ്റ്റ് സിസ്റ്റത്തിൽ നമ്മളൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 6 പ്രിൻസിപ്പൽ ഓപ്ഷൻസ് ആണുള്ളത്. കോ ബിഗിൻ, പാരലൽ ലൂപ്സ്, ലോഞ്ച് അറ്റ് ഇലാബറേഷൻ, ഫോർക്ക്, ഇംപ്ലിസിറ്റ് റെസിപ്റ്റ്, ഏർലി റിപ്ലൈ. ഓക്കെ, ഒന്നുകൂടെ പറയാം. കോ ബിഗിൻ, പാരലൽ ലൂപ്സ്, launch at elaboration, fork, implicit receipt, early reply. ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് co-begin. Co-begin construct calls instead of concurrent execution. Co-begin was a principal means of creating threads in Algol 68. This allows a set of operations to be can be any sequential or parallel compound itself. Okay, this appears in other systems like OpenMP can be used in C also. In C, OpenMP API directives can be included all begin with #pragma OMP. This should occur immediately before a loop or compound statement. Okay, അപ്പോൾ നമ്മൾക്കറിയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓരോ കോൺസെപ്റ്റ് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. സോ ത്രെഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 6 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ഫസ്റ്റ് ആണ് co-begin. സോ co-begin എന്ന് വെച്ചാൽ ഒരു കൺസ്ട്രക്റ്റ് ആണ്. കൺകറൻറ്റ് എക്സിക്യൂഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു കൺസ്ട്രക്ട് കോളാണ് എന്തെന്ന് പറയുന്നത്? co-begin എന്ന് പറയുന്നത്. ആൽഗോൾ 68 എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ആദ്യമായിട്ട് ഈ co-begin എന്ന് പറയുന്ന കൺസ്ട്രക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. co-begin എന്ന കീവേഡ് വരും, അത് കഴിഞ്ഞിട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. ഓക്കെ, സോ ഇവിടെ n സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് എങ്കിൽ ആ n സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് n ത്രെഡ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈച്ച് ത്രെഡ് ക്രിയേറ്റഡ് ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ co-begin എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന വഴി എന്താണ്? ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ത്രെഡ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നീ ഒരു സബ് റൂട്ടീൻ കോൾ ആവാം,
അല്ലെങ്കിൽ സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ കോ ബിഗിൻ വരും, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും സബ് റൂട്ടീൻ ആവാം, അല്ലെങ്കിൽ എന്താണ് സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം. എന്ത് തന്നെ ആയാലും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ത്രെഡ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇനി ഈ കോ ബിഗിൻ എന്ന് പറയുന്ന കൺസ്ട്രക്റ്റ് അതർ പ്രോഗ്രാമിംഗ് OMP എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതെപ്പോഴും ഒക്കർ ചെയ്യുന്നത് ഒന്നി ഒരു ലൂപ്പിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പായിട്ടോ ആണ്. ഇവിടെ തന്നെ കണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ്സിന് മുമ്പായിട്ടാണ് കോ ബിഗിൻ വന്നേക്കുന്നത്. സോ ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി. കൺകറൻറ്റ് എക്സിക്യൂഷൻ പോസിബിൾ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺസ്ട്രക്ട് കോളാണ് കോ ബിഗിൻ. ഇറ്റ്സ് എ പ്രിൻസിപ്പൽ മീൻസ് ഓഫ് ക്രിയേറ്റിംഗ് ത്രെഡ്സ് ഇൻ ALGOL 68. ഓക്കെ, ഇവിടെ കോ ബിഗിൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നീ സബ് റൂട്ടീൻ ആവാം, അല്ലെങ്കിൽ സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആവാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റും കറസ്പോണ്ടിങ് ആയിട്ട് ത്രെഡ് ക്രിയേറ്റ് ആവും. പിന്നെ അതർ സിസ്റ്റംസ് ആയ ഓപ്പൺ MP-യിലും ഒക്കെ ആണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഇനി സിയിലാണ് ഓപ്പൺ MP API ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് #pragma OMP എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇത് മെയിൻലി നമ്മൾ ഒക്കർ ചെയ്യുന്നത് ഒന്നീ ലൂപ്പിന് തൊട്ട് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് മുമ്പായിട്ടോ ആയിരിക്കും. ഓക്കെ, സെക്കൻഡാണ് പാരലൽ ലൂപ്സ്. നിങ്ങൾക്ക് ലൂപ്പ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ പാരലൽ ലൂപ്സ് സ്പെസിഫൈ എ ലൂപ്പ് ഹൂസ് ഐട്രേഷൻ ഹാപ്പൻ കൺകറൻറ്റ്ലി. എന്താ ലൂപ്പിൽ വരുന്നത്? നമ്മൾ സാധാരണ ഇപ്പോൾ 1 to 10 വരെ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ലൂപ്പിൽ കൊടുക്കും അല്ലേ. അപ്പോൾ ലൂപ്പിൽ വരുന്ന കാര്യങ്ങൾ, ലൂപ്പിൽ നമ്മൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു അതെന്ത് ചെയ്യും, കൺകറൻറ്റ്ലി നമ്മൾ എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. ഓപ്പൺ MP dialects of Fortran parallel FX library of .NET provides a loop whose iterations can be executed simultaneously. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. ഹാഷ് ഉണ്ട്, എക്സാമ്പിൾ കാണിച്ചേക്കുവാണ്. പാരലൽ ലൂപ്പിന് എക്സാമ്പിൾ കാണിച്ചേക്കുവാണ്. #pragma open MP parallel 4 int I is equal to 0 I less than 3 I plus plus printf thread %d here /i. അപ്പോൾ ഐയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് 0യും 3യും. സോ ഐയുടെ വാല്യൂ 0 to 3 എന്ന് പറയുമ്പം I ലെസ് ആകുമ്പോൾ 3 ലെസ് ദാൻ 3 അല്ലല്ലോ. അപ്പം 0യും 1യും 2, അപ്പം 3 ത്രെഡ് അവിടെ ക്രിയേറ്റ് ആയി കണ്ടോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനാണ് അവിടെ പറഞ്ഞേക്കുന്നത്. സോ 3 ത്രെഡ് അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോൾ അവിടെ 3 ത്രെഡ് ക്രിയേറ്റ് ആവും അല്ലേ. അപ്പോൾ നിങ്ങൾ ആ സിൻറ്റാക്സ് ഒക്കെ ഓർത്തിരിക്കണം. #pragma open MP parallel 4 പാരലൽ ലൂപ്സ് ആയിട്ടാണ് parallel 4 എന്ന് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ സാധാ കോഡ് പോലെ അവിടെ ബൗണ്ട് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച്. ഇപ്പോൾ ഇവിടെ ബൗണ്ട് കൊടുത്തേക്കുന്നത് 0 3 ആണ്. അപ്പം 0 1 2 3 ത്രെഡ് അവിടെ എക്സിക്യൂട്ട് ആവും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇൻ C# parallel.403 I implies console.write line thread +i plus here. ഓക്കെ, അപ്പം C# ഇനി എങ്ങനെയാണെന്ന് പറഞ്ഞേക്കാണ്. C# എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ #pragma ഓപ്പൺ MP ഒന്നും എഴുതണ്ട, ജസ്റ്റ് parallel.4 പിന്നെ ബൗണ്ട്സ് എഴുതുക. അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ഉണ്ടോ, ലോവർ ബൗണ്ട് 0യും അപ്പർ ബൗണ്ട് 3യും. പിന്നെ I implies കൊണ്ട് ഉദ്ദേശിക്കുന്നത് the third is a delegate here written as a lambda എക്സ്പ്രഷൻസിന് സിമിലർ ആയിട്ടാണ് നമ്മൾ I implies എഴുതിയിരിക്കുന്നത്. പിന്നെ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇവിടെയും അപ്പർ ബൗണ്ട് 0യും 3 എന്ന് പറയുമ്പം 0 1 2 അല്ലേ, 3 ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ക്രിയേറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവും. ഇത് ഏതിനകത്തുള്ള സിൻറ്റാക്സ് ആണ്, C# എക്സാമ്പിളാണ്. ഓക്കെ, സോ 2 പറഞ്ഞു, കോ ബിഗിനും പാരലൽ ലൂപ്സും. മൂന്നാമത്തെയാണ് ലോഞ്ച് അറ്റ് ഇലാബറേഷൻ. In some languages, code for a thread looks like that of a subroutine with no parameters. When the declaration is elaborated, a thread is created to execute the code. Okay. ഇനി അടുത്തയാണ് എന്താണ്, ഇതിൻ്റെ കോഡ് എങ്ങനെ തോന്നും, ഒരു സബ് റൂട്ടീൻ്റെ പോലെ. ഫോർ എക്സാമ്പിൾ അടയിൽ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ്. കണ്ടോ, പ്രൊസീജിയർ P ഒരു പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്. ടാസ്ക് T ഈസ് ദറ്റ് ആ ടാസ്ക് എൻഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതെന്താണ്, ടാസ്ക് എന്ന് വെച്ചാൽ എന്താണ്, ത്രെഡിന് അടയിൽ നമ്മൾ ടാസ്ക് എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ പ്രൊസീജിയർ വീണ്ടും ബിഗിൻ ചെയ്തേക്കുന്നു, എൻഡ് ചെയ്തേക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയാണ് നമ്മൾ സബ് റൂട്ടീൻ അല്ലെങ്കിൽ പ്രൊസീജിയർ എഴുതിയേക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ ത്രെഡിൻ്റെ ഒരു
കോഡ് കൊടുത്തു. അടയിൽ എപ്പോഴും ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാസ്ക് ആണ്. ഓക്കെ, എന്നിട്ട് ഈ പ്രൊസീജിയർ തന്നെ ഇവിടെ ബിഗിൻ ചെയ്തു, എൻഡ് ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ? ഇവിടെ നോക്കിയേ, വെൻ ദ ഡിക്ലറേഷൻ ഈസ് ഇലാബറേറ്റഡ് എ ത്രെഡ് ഈസ് ക്രിയേറ്റഡ് ടു എക്സിക്യൂട്ട് ദ കോഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ ദ പ്രൊസീജിയർ ഈസ് ഇലാബറേറ്റഡ് ഓൺലി വെൻ ദ ത്രെഡ് ഈസ് ക്രിയേറ്റഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, when the declaration is elaborated the thread is created to execute the code. ഇവിടെ നമ്മൾ ഈ ടാസ്ക് എഴുതിയാലും ഇത് എപ്പോഴാണോ ഇവിടെ എനേബിൾ ആവുന്നത് അന്നേരം മാത്രമേ ഈ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ ത്രെഡിൻ്റെ കോഡ് എഴുതിയത്, പക്ഷേ എപ്പോഴാണോ ആ പ്രൊസീജിയർ അത് എനേബിൾ ആവുന്നത് അന്നേരം മാത്രമേ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വെൻ ഡിക്ലറേഷൻ ഈസ് ഇലാബറേറ്റഡ്, നമ്മൾ പ്രൊസീജിയർ പി നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് എപ്പോഴാണോ ഇലാബറേറ്റ് ചെയ്യുന്നത് അന്നേരമായിരിക്കും എ ത്രെഡ് ഈസ് ക്രിയേറ്റഡ് ടു എക്സിക്യൂട്ട് ദ കോഡ്. ആ ടാസ്ക് ടി എന്ന് പറയുന്ന ടാസ്ക് എന്ന് പറയാൻ കാര്യം എന്താ, പിന്നെ അടയിൽ ടാസ്ക് എന്നാണ് ത്രെഡിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ടാസ്ക് അതവിടെ എക്സിക്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഡിക്ലറേഷൻ എനേബിൾ ആക്കുന്നത്, എലാബറേറ്റ് ആക്കുന്നത്, അന്നേരം മാത്രമേ ത്രെഡ് ഈസ് ക്രിയേറ്റഡ് ടു എക്സിക്യൂട്ട് ദ കോഡ്. ഓക്കെ, അതായത് ആ ബിഗിൻ എൻഡ് പി എന്ന് പറഞ്ഞ പ്രൊസീജിയറില്ലേ അതില്ല. So the task T has its own block which begins to execute as soon as P is entered. Okay, അപ്പോൾ നമ്മളൊരു പ്രൊസീജിയറിനെ when procedure is called only then task is enabled. ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ബിഗിൻ പി എന്ന് പറഞ്ഞിട്ടില്ലേ, അത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ത്രെഡ് അല്ലെങ്കിൽ ആ ടാസ്ക് എന്ത് ചെയ്യത്തുള്ളൂ, എനേബിൾ ആവത്തുള്ളൂ. അതുപോലെ തന്നെ പ്രൊസീജിയർ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, വെൻ ഇഫ് പി ഇസ് റിക്കേഴ്സീവ് ദർ മേ ബി മെനി കോപ്പീസ് ഓഫ് ടി ഓപ്പറേറ്റിംഗ് കൺകറൻറ്റ്ലി. ഇനി പി റിക്കേഴ്സീവ് ആണെങ്കിൽ അതിങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ മെനി കോപ്പീസ് ഓഫ് ടി എന്ത് ചെയ്യും, കൺകറൻറ്റ്ലി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. വെൻ എൻഡ് ഓഫ് പി ഇസ് റീച്ച്ഡ് ഇറ്റ് വെയിറ്റ്സ് ഫോർ ഇസ് കോപ്പി ഓഫ് ടി ടു എൻഡ് ബിഫോർ ലീവിങ്. അതായത് ഒരു പ്രൊസീജിയർ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ടാസ്ക് അല്ലെങ്കിൽ ത്രെഡ്സ് കംപ്ലീറ്റ് ചെയ്യണം. ദ പ്രോഗ്രാമർ മേ ദെൻ ഡിക്ലെയർ വേരിയബിൾസ് ഓഫ് ടൈപ്പ് ആക്സസ് ടി ആൻഡ് മേ ക്രിയേറ്റ് ന്യൂ ടാസ്ക് വയ ഡൈനാമിക് അലോക്കേഷൻ. ഡൈനാമിക് അലോക്കേഷൻ വഴി പുതിയ പുതിയ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പി ടി access t new t. The new operation is a fork. It creates a new thread and start is execution. നമുക്ക് ഇങ്ങനെ കൊടുത്താൽ ഡൈനാമിക് അലോക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂ ടാസ്ക് അല്ലെങ്കിൽ ന്യൂ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ സിൻടാക്സ് ഓർത്തിരിക്കാം. സോ നെക്സ്റ്റ് ആണ് ഫോർക്ക് ഓർ ജോയിൻ. നിങ്ങൾ ഓൾറെഡി ഫോർക്ക് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, OSൽ പഠിച്ചതാണ്. ഫോർക്ക് ആൻഡ് ജോയിൻ ഓപ്പറേഷൻസ്. ഓക്കെ, fork makes the creation of thread. Join is a reverse operation which allows a thread to wait for a completion of a previously forked thread. ഫോർക്ക് എന്ന് പറഞ്ഞാൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോർക്ക് യൂസ് ചെയ്യുന്നത്. ഇനി തിരിച്ചാണ് ജോയിൻ ഓപ്പറേഷൻസ്. ത്രെഡ്സിന് അതായത് ക്രിയേറ്റ് ചെയ്ത ത്രെഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എന്താണ് പ്രീവിയസ്ലി ഫോർക്ക്ഡ് ത്രെഡിനോടെ കംപ്ലീഷൻ വെയിറ്റ് ചെയ്തിട്ട് ജോയിൻ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ത്രെഡ്സിൻ്റെ ക്രിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോർക്ക് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഒരു കോഡ് കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഇവിടെ ജാവയിലൊരു കോഡാണ് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഓൾറെഡി ഇൻബിൽഡായിട്ട് ത്രെഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ജാവയിൽ ഇൻബിൽഡായിട്ട് ത്രെഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അപ്പം നമ്മൾ എഴുതാൻ പോകുന്ന പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് ആ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഇൻബിൽഡായിട്ടുള്ള ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ക്ലാസ്സിനകത്ത് നിന്ന് അതെന്ത് ചെയ്യാൻ പറ്റും, ത്രെഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓൾറെഡി ഇൻബിൽഡായിട്ട് ത്രെഡ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നൊരു പുതിയ ക്ലാസ് വേണം. ആ ക്ലാസ്സിനകത്ത് എനിക്ക് ത്രെഡിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യണം. ഞാൻ എന്ത് കൊടുത്താൽ മതി, ക്ലാസ് കീവേഡ്, പിന്നെ എൻ്റെ ക്ലാസ്സിൻ്റെ പേരെന്താണ്, സ്റ്റുഡൻറ്റ്. അപ്പം ക്ലാസ് സ്റ്റുഡൻറ്റ് എക്സ്റ്റെൻസ് ത്രെഡ്. അതായത് ത്രെഡ് എന്ന് പറയുന്നത് ഓൾറെഡി ജാവയിലുള്ള ഒരു ഇൻബിൽഡായിട്ടുള്ള ക്ലാസ്സാണ്. അതിലെ പ്രോപ്പർട്ടീസ് എനിക്ക് പുതിയൊരു ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് കൊടുത്താൽ മതി, ജസ്റ്റ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. കണ്ടോ? അപ്പോൾ ക്ലാസ് ടെസ്റ്റ്, ഇവിടെ ടെസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ പുതിയ ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ ക്ലാസ് ടെസ്റ്റ് എക്സ്റ്റെൻഡ് ത്രെഡ്. അപ്പോൾ ത്രെഡിനകത്തുള്ള എല്ലാ പ്രോപ്പർട്ടീസും ആർക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും,
ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് അവിടെ ടെസ്റ്റിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, അവിടെ ടെസ്റ്റിൻ്റെ കൺസ്ട്രക്ടറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ പബ്ലിക് വോയിഡ് റണ്ണിനകത്ത് നമ്മൾ ത്രെഡിന് റൺ ചെയ്യാനുള്ള കോഡ് കൊടുത്തു. ഇനി to start it, the parent must call the method named start which is defined in the thread. So ഇവിടെ ഇപ്പം നമ്മളിവിടെ ഇതിനകത്ത് ഈ ത്രെഡിൻ്റെ കോഡ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. പബ്ലിക് വോയിഡ് റൺ എന്ന് പറയുന്നതിനകത്ത് ത്രെഡ് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ നമ്മൾ സ്റ്റാർട്ട് മെത്തേഡ് വഴി വേണം കോൾ ചെയ്യാൻ, എങ്കിൽ മാത്രമേ ആ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ജാവയിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ത്രെഡ്. ആ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് കൊടുത്തിട്ട് അത് ജസ്റ്റ് എക്സ്റ്റെൻസ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ കൺസ്ട്രക്ടറും നമ്മൾ ത്രെഡിന് റൺ ചെയ്യേണ്ട കോഡും എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ത്രെഡിൻ്റെ കോഡ് റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന് എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ വെറുതെ വിളിച്ചാൽ പോരാ. നമ്മൾ സാധാരണയാണെങ്കിൽ സ്റ്റുഡൻ്റ് എന്നൊരു ക്ലാസ് ഉണ്ട്, നമ്മളൊരു ഒബ്ജക്റ്റ് എസ് എന്നൊരു ഒബ്ജക്റ്റ് എസ് ഡോട്ട് സ്റ്റുഡൻ്റ് എന്നൊക്കെ കോൾ ചെയ്യാം. ഇവിടെ അങ്ങനെ കോൾ ചെയ്താൽ പോരാ. ആ ഒബ്ജക്റ്റിനെ സ്റ്റാർട്ട് മെത്തേഡ് വെച്ച് നമ്മൾ കോൾ ചെയ്ത് വേണം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. കണ്ടോ? ആ സ്റ്റാർട്ട് മെത്തേഡ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. ടെസ്റ്റ് ടി ഈക്വൽ ന്യൂ ടെസ്റ്റ്, ടി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് കൊടുക്കുന്നുണ്ട്, ടി ഡോട്ട് സ്റ്റാർട്ട്. കണ്ടോ? അപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ പേര്, ടി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ പേര്, ഇത് ക്ലാസ്സിൻ്റെ പേര്, ഇത് ഒബ്ജക്റ്റിൻ്റെ പേര്, ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞ എടുത്തു. ടി ഡോട്ട് സ്റ്റാർട്ട്. കണ്ടോ? സ്റ്റാർട്ട് മെത്തേഡ് വെച്ച് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കോൾ ചെയ്യുന്നു. ഓക്കെ. സ്റ്റാർട്ട് മേക്സ് എ ത്രെഡ് റണ്ണബിൾ, അറേഞ്ചസ് ഇറ്റ് ഫോർ ഇറ്റ് ടു എക്സിക്യൂട്ട് ഇറ്റ്സ് റൺ മെത്തേഡ് ആൻഡ് റിട്ടേൺസ് ടു ദ കോളർ. The run method in Java is meant to be called only by the starter. ഈ റൺ മെത്തേഡ് ജാവയിൽ എന്താണ്? ഈ റൺ മെത്തേഡ് ഓൾവേസ് കോൾ ചെയ്യുന്ന ഈ കോഡ് റൺ ചെയ്യണമെങ്കിൽ ഏത് മെത്തേഡ് വെച്ച് നമുക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാർട്ട് മെത്തേഡ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി അതുപോലെ ഒരു മെത്തേഡുണ്ട് ജോയിൻ. അതും ജസ്റ്റ് നമ്മൾ ടി ഡോട്ട് ജോയിൻ എന്ന് കൊടുത്താൽ മതി. നമ്മൾ മുമ്പേ എടുത്ത് ടി ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോലെ ജോയിൻ ഓപ്പറേഷൻ ആണെങ്കിൽ ജസ്റ്റ് ടി ഡോട്ട് ജോയിൻ അങ്ങ് ലാംഗ്വേജിൽ നമുക്ക് ഉള്ള ഒരു എന്താ എക്സിസ്റ്റിംഗ് വൺ വെച്ചിട്ട് തന്നെ നമുക്ക് പുതിയ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനും ജോയിൻ ചെയ്യാനും പറ്റും. ജസ്റ്റ് ഉണ്ടോ ടി ഈസ് ഈക്വൽ ടു ഫോർക്ക് ഓഫ് സി ജോയിൻ ടി, അങ്ങനെ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനും ജോയിൻ ചെയ്യാനും പറ്റും. അഡ അലോസ് ടു ഡിഫൈൻ ടാസ്ക് ടൈപ്പ്. അഡയിൽ ഞാൻ പറഞ്ഞു ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാസ്ക് ആണ്. ന്യൂ ഓപ്പറേറ്റർ ഈസ് എ ഫോക്ക്, ഇറ്റ് ക്രിയേറ്റ് എ ന്യൂ ത്രെഡ് ആൻഡ് സ്റ്റാർട്ട് ഇറ്റ് എക്സിക്യൂട്ടിംഗ്. ദർ ഇസ് നോ എക്സ്പ്ലിസിറ്റ് ജോയിൻ ഓപ്പറേഷൻ. അഡ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ജോയിൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഇല്ല. ഓക്കെ. അതർ വേരിയൻസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഏതൊക്കെ പറഞ്ഞു? ജാവയിൽ പറഞ്ഞു, മോഡുലായുടെ കാര്യം പറഞ്ഞു, അഡായുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് സി ഷാർപ്പിലെ കാര്യം പറയണം. ഇനി സി ഷാർപ്പ് ത്രെഡ് ക്ലാസ്സസ് ഡോണ്ട് നീഡ് ടു ഇൻഹെറിറ്റ്. സി ഷാർപ്പിൽ നമുക്ക് ഈ ത്രെഡ് ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റഡ് വൺ ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം ആൻ ആർബിട്രറി ത്രെഡ് സ്റ്റാർട്ട് ഡെലിഗേറ്റ്. അവിടെ ത്രെഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ അല്ലാതെ നമുക്കൊരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ത്രെഡ് ക്ലാസ്സോ അതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ? ക്ലാസ് ഇമേജ് റെൻഡർ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ കൊടുത്തേക്കുന്നു. അതിനകത്ത് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തേക്കുന്നു. അവിടെയും നമ്മളൊരു ഫംഗ്ഷൻ, അതിനകത്ത് നമ്മൾ എന്താണ് ഒരു ത്രെഡ് റൺ ചെയ്യേണ്ട ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ ഇമേജ് റെൻഡർ ഒബ്ജക്റ്റ്, അതായത് ഈ ഇമേജ് റെൻഡറിന് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് പുതിയൊരു ഇതിലോട്ട് എടുത്ത് വെച്ചു, ഒരു ഫംഗ്ഷനിലോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് ത്രെഡ് റെൻഡ് ഇസ് ഈക്വൽ ന്യൂ ത്രെഡ് സ്റ്റാർട്ട് റെൻഡ് ഒബ്ജ് ഡോട്ട് ഫു. അതായത് കണ്ടോ ത്രെഡ് സ്റ്റാർട്ട് ഇതാണ്ടേ, ത്രെഡ് സ്റ്റാർട്ട് ഡെലിഗേറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സി ഷാർപ്പിൽ ത്രെഡ് സ്റ്റാർട്ട് ഡെലിഗേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ത്രെഡ് സ്റ്റാർട്ട് ഡെലിഗേറ്റിൻ്റെ സിൻടാക്സ് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തൊരു ക്ലാസ് എഴുതി, അതിനകത്തൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആ ഒബ്ജക്റ്റിനെ സ്റ്റാർട്ട് മെത്തേഡ് വെച്ച് കോൾ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് അല്ലേ? ജോയിൻ ചെയ്യാൻ ജസ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ സി ഷാർപ്പിൽ അങ്ങനെ
ത്രെഡ് ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവിടെ ത്രെഡ് സ്റ്റാർ ഡെലിഗേറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് നമ്മുടെ നമ്മൾ സാധാ പ്രോഗ്രാം എഴുതുന്ന പോലെ തന്നെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ കൺസ്ട്രക്ടറും നമ്മുടെ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡും എല്ലാം എഴുതിയിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ജസ്റ്റ് കണ്ടോ ആ ത്രെഡിന് നമ്മുടെ ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ജസ്റ്റ് ത്രെഡ് സ്റ്റാർ ഡെലിഗേറ്റ് എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ത്രെഡ് എക്സിക്യൂട്ട് ആയിക്കോളും. ഓക്കെ, ക്രിയേറ്റ് ആയിക്കോളും. നെക്സ്റ്റ്, spawn and sync in Silk. In the new language Silk, recently developed by at MIT and licensed to a private company, threads are simply created by the code spawn. അതൊരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സിൽക്ക്. അതിൽ നമ്മൾ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്പോൺ എന്ന് പറയുന്ന ഒരു കോൾ വെച്ചിട്ടാണ്. അതുകൊണ്ടേ സ്പോൺ എനി ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ്, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ സിൻറ്റാക്സ്. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സിൽക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ സ്പോൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലേറ്റർ ദ ബിൽറ്റ് ഇൻ ഓപ്പറേഷൻ സിങ്ക് വിൽ ജോയിൻ എ ത്രെഡ്സ്. അപ്പം ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോണും, സിൽക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്പോണും അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ഓപ്പറേഷനായ സിങ്ക് വെച്ചിട്ടായിരിക്കും ത്രെഡ്സ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിങ്ക് വെച്ചിട്ട് ത്രെഡ് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ ഏതാണ്? സ്പോൺ എന്ന് പറയുന്നതായിരിക്കും നമ്മൾ സിൽക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് implicit receipt. Newly created threads will run in the address space of the creator, caller in one system and method in another system. In RPC system, need to create new thread automatically in response to an incoming request from some other address space. An existing thread execute a receive operation. A server can bind a communication channel to a local thread body or subroutine. When a request comes in, the bind operation grants remote clients the ability to perform a fork within the server's address space to create a new thread. Okay, so implicit receipt. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് RPC റിമോട്ട് പ്രൊസീജിയർ കോളിലാണ് നമ്മൾ മെയിൻലി ഇംപ്ലിസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ യൂഷ്വലി നമ്മളൊരു ക്ലയൻറ്റ് ഒരു മെത്തേഡ് ഒരു സെർവറിൽ നിന്ന് ഒരു മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ആ മെത്തേഡ് ഗെറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ക്ലയൻറ്റ് സൈഡിൽ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം സെർവറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എക്സിക്യൂട്ട് ചെയ്ത് പെർഫോം ചെയ്ത് എവിടെയാണ്? ക്ലയൻറ്റ് സൈഡിലാണ്, അല്ലെങ്കിൽ നമുക്കാണ് അതിൻ്റെ റിസൾട്ട് തിരിച്ചു കിട്ടുന്നത്. സോ ത്രെഡിൻ്റെ ക്രിയേഷൻ എപ്പോഴും പെർഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ക്ലയൻറ്റിൻ്റെ അഡ്രസ് സ്പേസിൽ അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡിലായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിമോട്ട് പ്രൊസീജിയർ കോൾ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? സെർവർ സൈഡിൽ ആയിരിക്കും. സോ അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇംപ്ലിസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് റിമോട്ട് പ്രൊസീജിയർ കോളിലാണ്. നമ്മൾ സാധാരണ കേസിൽ ക്ലയൻറ്റ് ഒരു സെർവറിൽ നിന്നൊരു മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സെർവർ സൈഡിലായിരിക്കും, ക്ലയൻറ്റ് സൈഡിലായിരിക്കും. ബട്ട് ദാറ്റ് മീൻസ് ത്രെഡിൻ്റെ ക്രിയേഷൻ എപ്പോഴും എന്താണ് ഒക്കർ ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡിലായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിമോട്ട് പ്രൊസീജിയർ കോൾ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സെർവർ സൈഡിലായിരിക്കും. സോ ഒരു ത്രെഡിന് ഓട്ടോമാറ്റിക്കലി സെർവർ സൈഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എവിടെയാണ്? RPCയിൽ. റിമോട്ട് പ്രൊസീജിയർ കോളിൽ ഒരു ത്രെഡിനെ ഓട്ടോമാറ്റിക്കലി സെർവർ സൈഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. An existing thread execute a receive operation. A server can bind a communication channel to a local thread body or subroutine. ഓക്കെ, അതൊരു റിക്വസ്റ്റ് വന്നു കഴിയുമ്പോൾ ആക്ച്വലി സെർവർ സൈഡിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി അതിന് ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ദ സെർവർ ക്യാൻ ബൈൻഡ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ ടു എ ലോക്കൽ ത്രെഡ് ബോഡി ഓർ സബ്റൂട്ട്. അവിടെ കമ്മ്യൂണിക്കേഷൻ ചാനൽ സെർവർ ബൈൻഡ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും? ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഓക്കെ, വെൻ എ റിക്വസ്റ്റ് കംസ് ഇൻ, ദ ബൈൻഡ് ഓപ്പറേഷൻ ഗ്രാൻസ് റിമോട്ട് clients the ability to perform a fork within the server's address space. ആ സെർവർ സൈഡിൽ തന്നെ എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യും. ഇറ്റ് ഈസ് സെയിം ആസ് ഇൻ RMA ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ദെൻ ഏർലി റിപ്ലൈ. ഓക്കെ, അപ്പം ഇതിലെന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സീക്വൻഷ്യൽ സബ് റൂട്ടീൻസ് ആർ എക്സിക്യൂട്ടഡ് യൂസിങ് സിംഗിൾ ത്രെഡ്സ്. നമ്മൾ സാധാരണ കേസിൽ സീക്വൻഷ്യൽ സബ് റൂട്ടീൻസ് ആണ് എങ്കിൽ അത് സിംഗിൾ ത്രെഡ് വെച്ചിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സീക്വൻഷ്യൽ ത്രെഡ് ആണ് എങ്കിൽ സീക്വൻഷ്യൽ ത്രെഡ്സ് ആണ് എങ്കിൽ അതെന്തായിരിക്കും? സീക്വൻഷ്യൽ ത്രെഡ്സ് ആണ് സീക്വൻഷ്യൽ സബ് റൂട്ടീൻസ് ആണെങ്കിൽ സിംഗിൾ ത്രെഡ് വെച്ചിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം എന്താണ് സബ് റൂട്ടീൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താ സബ് റൂട്ടീൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സബ് റൂട്ടീൻ കോൾ വരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഡ് എന്ന് പറഞ്ഞൊരു സബ് റൂട്ടീൻ
ഒരു കോൾ വന്നു, ഒരു സബ് റൂട്ടീൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോൾ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ മെയിൻ ഫംഗ്ഷൻ എന്താണോ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത് അതവിടെ സേവ് ചെയ്ത് വെച്ചിട്ട് എവിടെയാണോ കോൾ വന്നത് ആ കോളിലോട്ട് പോകും അല്ലേ. ആ കോളിലോട്ട് പോയിട്ട് ആടെന്ന് പറയുന്നൊരു കോളാണെങ്കിൽ ആടിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് വരും. സോ സീക്വൻഷ്യൽ സബ് റൂട്ടീൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് യൂഷ്വലി സിംഗിൾ ത്രെഡ് വെച്ചിട്ടായിരിക്കും. അത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, സേവ്സ് ദ കറണ്ട് കോണ്ടെക്സ്റ്റ്, എക്സിക്യൂട്ട് സബ് റൂട്ടീൻ ആൻഡ് റിട്ടേൺ. ഇതുവരെ ചെയ്ത് അപ്പം അത് മീൻസ് നമ്മുടെ മെയിൻ ഫംഗ്ഷനാണ് വിളിച്ചെങ്കിൽ ആ മെയിൻ ഫംഗ്ഷനിൽ ആ റിസൾട്ട്സ് എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് ഏത് സബ് റൂട്ടീൻ കോളാണോ വന്നത് അങ്ങോട്ട് പോയി അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരും. ഇഫ് വി ഹാവ് 2 ത്രെഡ്സ്, നമുക്കിനി സീക്വൻഷ്യൽ സബ് റൂട്ടീൻസ് അല്ല, നമുക്കല്ലാതെ നമുക്ക് 2 ത്രെഡ്സ് ഉണ്ടെന്ന് വെച്ചോ. ഇഫ് വി ഹാവ് 2 ത്രെഡ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, വൺ ദാറ്റ് എക്സിക്യൂട്ട് കോള്, അനദർ ദാറ്റ് എക്സിക്യൂട്ട് കോളി. എന്താണ് ഈ കോളറും കോളിയും എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഫങ്ഷൻസ് പഠിച്ചപ്പോൾ. എന്താ കോളറും കോളിയും? ഇപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യാം. അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ നിന്നപ്പോൾ നമുക്ക് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിലോട്ട് കോൾ പോയി. അപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷനെ നമ്മൾ കോളർ എന്നും പറയും, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ കോളി എന്നും പറയും. അപ്പോൾ നമുക്ക് 2 ത്രെഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യും, കോളർ എക്സിക്യൂട്ട് ചെയ്യും, അടുത്ത ത്രെഡ് കോളി എക്സിക്യൂട്ട് ചെയ്യും. കോൾ ഈസ് ഡൺ യൂസിങ് ഫോർക്ക് ജോയിൻ പെയർ. അവിടെ കോൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത്, ഫോർക്ക് അല്ലെങ്കിൽ ജോയിൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. കോളർ വെയിറ്റ്സ് ഫോർ ദ കോളി ടു ടെർമിനേറ്റ് അല്ലേ. കോളർ എന്ന് വെച്ചാൽ ആരാ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, ആടെന്ന് പറയുന്ന കോളി ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെയും വെയിറ്റ് ചെയ്യും. നോ റൂൾ ദാറ്റ് കോളി ഹാസ് ടു ടെർമിനേറ്റ് ടു റിലീസ് ദ കോളർ. അവിടെ അങ്ങനെ റൂളൊന്നും ഇല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന്. പക്ഷേ നമ്മൾ മെയിൻലി അങ്ങനെയാണ്, കോളറും കാണും കോളിയും കാണും, ത്രെഡ് കോളറിനും കാണും, ത്രെഡ് കോളിക്ക് കാണും. സോ ഒരു ത്രെഡ് കോളർ എക്സിക്യൂട്ട് ചെയ്യും, ഒരു ത്രെഡ് കോളി എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ദ കോളർ വെയിറ്റ്സ് ഫോർ ദ കോളി ടു ടെർമിനേറ്റ്. ഓക്കെ, ദ കോളർ വെയിറ്റ്സ് ഫോർ ദ കോളി ടു ടെർമിനേറ്റ് ബിഫോർ കണ്ടിന്യൂയിങ് എക്സിക്യൂഷൻ ദാറ്റ് ദ കോളി ഹാസ് ടു ടെർമിനേറ്റ് ഇൻ ഓർഡർ ടു റിലീസ് ദ കോളർ അല്ലേ. അതായത് കോളറാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, കോളിയാണ് നമ്മുടെ ആഡ് ഫംഗ്ഷൻ. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, ആഡെന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നവരെയും വെയിറ്റ് ചെയ്യും. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ റിസോഴ്സ് എല്ലാം റിലീസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് എല്ലാം കോളറിന് പോകും. ഓക്കെ, complete the portion of his work on which result parameter is depend. In language like SR and Herms, Collie can execute reply operation. It returns the result to caller without terminating. After every early reply, both threads continue concurrently. ഇനി SR Herms എന്ന് പറയുന്ന 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ കോളിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിപ്ലൈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പത്തെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത്, ഒരു മെയിൻ ഫംഗ്ഷൻ കാണും, മെയിൻ ഫംഗ്ഷൻ അതൊന്ന് ആഡ് കോൾ ചെയ്യുവാണ് എങ്കിൽ ആഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കൺട്രോൾ എങ്ങോട്ട് പോകത്തുള്ളൂ, കോളറിലോട്ട് പോകത്തുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹേംസ് ആൻഡ് SR പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കോളി അതായത് ആഡ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞില്ല, അതാണ് കോളി, മെയിൻ ഫംഗ്ഷനാണ് കോളർ. ഈ കോളിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർമീഡിയറ്റ് ഉള്ള റിസൾട്ട്സ് എന്തെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആഡ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും റിസൾട്ട്സ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് കോളറിലേക്ക് പാസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഹേംസ് ആൻഡ് SR എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ അവൈലബിൾ ആണ്. അവിടെ കോളിക്ക് റിപ്ലൈ ഓപ്പറേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും റിസൾട്ട്സ് കോളറിന് കൊടുക്കുകയാണെങ്കിൽ ആ ടൈം തന്നെ കോളറിന് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് അവിടെ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സാധാരണ കേസിൽ എങ്ങനെയാണ്, ഒരു കോളറും കോളിയും ഉണ്ടെങ്കിൽ കോളിയുടെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോളറിലോട്ട് പോകത്തുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് SR ആൻഡ് ഹേംസ് ദർ ഇസ് ദ കോളി ക്യാൻ എക്സിക്യൂട്ട് റിപ്ലൈ ഓപ്പറേഷൻ. കോളിക്ക് ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്ലൈ അങ്ങോട്ട് കോളറിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കൺകറൻ്റ്ലി കോളറിനും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂഷൻസ് കൺകറൻ്റായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് എന്താണ്, എങ്ങനെയാണ് ത്രെഡ് ക്രിയേറ്റ്, അല്ലെങ്കിൽ കൺകറന്റ് പ്രോഗ്രാമിംഗ് ഫണ്ടമെൻ്റൽസ് ആയിരിക്കില്ല ചോദിക്കുന്നത്, ത്രെഡ് ക്രിയേഷൻ്റെ രസം ചോദിക്കുമ്പോഴത്തേക്കിനും ജസ്റ്റ് എന്താണ് ത്രെഡ്സ് എന്ന് പറയുക, എന്താണ് കൺകറന്റ് പ്രോഗ്രാമിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോ പറയുക, ദെൻ എന്താണ് ത്രെഡ്സ് എന്ന് പറയുക, അത് കഴിഞ്ഞിട്ട് ഈ 6 എണ്ണം കോബിഗിൻ, പാരലൽ ലൂപ്സ്, ലോഞ്ച് അറ്റ് ഇലാബറേഷൻ, ഫോർക്ക്, ഇംപ്ലിസിറ്റ് റെസിപ്റ്റ്, ഏർലി റിപ്ലൈ. ഇത് ഓരോന്നും ഇപ്പോൾ കോബിഗിനാണെങ്കിൽ നമ്മൾ അടയിൽ എങ്ങനെയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ പാരലൽ ലൂപ്സ് ആണെങ്കിൽ സിയിലൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നു, ലോഞ്ച് അറ്റ് ഇലാബറേഷൻ, ഫോർക്ക് ആണെങ്കിൽ ജാവയിലും അടയിലും മോഡുലാർ 2 ഒക്കെ എങ്ങനെയാണെന്ന് പറയുന്നു. അങ്ങനെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ജസ്റ്റ് ഇത് എങ്ങനെയാണെന്നുള്ളത് സിൻടാക്സ് ഒന്നും ഓർത്തിരിക്കുക, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.